ചിലയിടത്ത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എൻ്റെയും ഇപ്പോൾ സതീശൻ്റെ ആയാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒക്കെ തന്നെ എല്ലാ പ്രസംഗങ്ങളെയും തെറ്റായി കാണിച്ചുകൊണ്ട് ചില സോഷ്യൽ മീഡിയ പരാമർശങ്ങൾ ഞാൻ കണ്ടു. അടുത്ത ദിവസം UDF അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കും, ലൈഫ് വീട് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കും. ആര് പറഞ്ഞതായിട്ട്? KC വേണുഗോപാൽ. സ്വന്തമായിട്ടൊന്നും പറയാനില്ലാത്തവർക്ക് നുണ മാത്രം പ്രചരിപ്പിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ മക്കളെ നടക്കില്ല. ഞങ്ങള് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഞങ്ങൾ അധികാരത്തിൽ വന്ന നിങ്ങളെപ്പോലെയല്ല. 2500 കൊടുക്കാമെന്ന് 5 കൊല്ലം മുമ്പേ പറഞ്ഞ് സ്ഥാനമൊഴിയുമ്പോൾ പോലും 2000 വരെ എത്തിച്ച്, അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എത്തിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലല്ലായിരിക്കില്ല. ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിൽ നടത്താൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ള തീരുമാനവുമായിട്ടായിരിക്കും. അതിൻ്റെ തീരുമാനം മാത്രമല്ല, നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യവുമായിട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയോ, UDF വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ ഈ നാട്ടിൽ അവകാശങ്ങൾ കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. വിവരാവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, വിവരമറിയാനുള്ള അവകാശം, ഈ എല്ലാ അവകാശങ്ങളും ഇന്ത്യയിലെ പൗരന്മാർക്ക് കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UPA ഗവൺമെന്റും എന്നുള്ള കാര്യം അഭിമാനപൂർവ്വം ഞങ്ങൾ പറയട്ടെ. ഈ കൊടുക്കുന്നതൊന്നും ഔദാര്യമല്ല. R. ശങ്കറിന്റെ കാലത്ത് തുടങ്ങിയതാണ് ക്ഷേമ പെൻഷൻ. R. ശങ്കറിന്റെ കാലത്ത് തുടങ്ങിയതാണ്. ഞങ്ങൾക്കത് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് പാവപ്പെട്ടവനുള്ള അവകാശമാണ്. പെൻഷൻ എന്ന് പറയുന്നത് പാവപ്പെട്ടവനുള്ള അവകാശമാണ്. ആ അവകാശം നിലനിർത്താൻ UDF പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങളുടെ പോലെ വാക്കൊന്നു പറഞ്ഞ് പ്രവൃത്തി വേറൊന്നായിരിക്കില്ല. പറയുന്ന കാര്യം നടപ്പിലാക്കാൻ അത് ഞങ്ങളുടെ പ്രകടന പത്രിക കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കേരളത്തെ മാറ്റാൻ വേണ്ടി പോകുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകും. ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ USP എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് പരസ്പരം ബഹളമുണ്ടാക്കി നിർത്താനല്ല, ഈ നാട്ടിലെ ജനങ്ങളെ, ഏകോദര സഹോദരങ്ങളെ ഒന്നിപ്പിച്ച് പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കാനുള്ള USP ആണ് കേരളത്തിലെ ഐക്യജനാധിപത്യങ്ങളുടെ USP. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിർഭയമായി പാവപ്പെട്ടവന് വേണ്ടി, നീതി നിഷേധിക്കുന്നവന് വേണ്ടി, പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെയായി നിർഭയനായി പോരാടുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട് എന്നുള്ള അഭിമാനത്തോടെ ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരിക്കും ഞങ്ങളുടെ